വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഇബ്രാഹിം നബിയുടെ ജീവിതത്തിലെ ഒരു ഏടാണ് ഈ കഥയുടെ സാരം. അല്ലാഹുവിന്റെ കൂട്ടുകാരൻ എന്ന വിളിപ്പേരിലാണ് ഇബ്രാഹിം നബി അറിയപ്പെടുന്നത്. പരിശുദ്ധ മക്കയിലാണ് അദ്ദേഹവും കുടുംബവും ജീവിച്ചിരുന്നത്. പ്രായം 7 ശേഷമാണ് അദ്ദേഹത്തിന് ഒരു കുഞ്ഞ് പിറക്കുന്നത്. ഇസ്മായിൽ എന്നായിരുന്നു ആ കുട്ടിയുടെ പേര്. ഇബ്രാഹിം നബി തന്റെ മകനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. അവൻ തന്റെ പിതാവിന്റെ കൂടെ എപ്പോഴും സന്തോഷത്തോടെ ഓടിച്ചാടി നടക്കുമായിരുന്നു. ഒരു ദിവസം രാത്രി ഇബ്രാഹിം നബി ഉറക്കത്തിൽ ഒരു സ്വപ്നം കണ്ടു. എന്തായിരുന്നു ആ സ്വപ്നം? നിങ്ങൾക്ക് അറിയണ്ടേ? താൻ ജീവൻ തുള്ളിൽ സ്നേഹിക്കുന്ന തന്റെ പൊന്നു മോനെ ബലിയർക്കുന്നതായിരുന്നു ആ സ്വപ്നം. ഇത് കണ്ട അദ്ദേഹം ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. അദ്ദേഹം ഏറെ അസ്വസ്ഥനായി. നേരം പുലരുന്നത് വരെ അദ്ദേഹത്തിന് ഉറങ്ങാനേ സാധിച്ചില്ല. നേരം വെളുത്തപ്പോൾ ഇബ്രാഹിം നബി തന്റെ പൊന്നാര മോനെ അരികിലേക്ക് വിളിച്ച് തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, മോനെ, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. അത് കേട്ട ശേഷം നീ മറുപടി പറയണം. ഉപ്പ എന്താണെങ്കിലും നിന്നോട് പറഞ്ഞാലും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മോനെ, നിന്റെ ബലി അറുക്കുന്നതായി ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു. അത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. ഇതിനായി എന്താണ് ചെയ്യേണ്ടത്? എന്റെ പൊന്നു മോൻ പറയൂ. ഇത് കേട്ട് ധീരനായ മകൻ ഇസ്മായിൽ പറഞ്ഞു, ഉപ്പ, അല്ലാഹു എന്താണോ താങ്കളോട് കൽപ്പിച്ചത് അതുപോലെ ചെയ്യുക. ഉപ്പ ഒരിക്കലും ഇതിനെക്കുറിച്ച് സങ്കടപ്പെടേണ്ടതില്ല. നാളെ സ്വർഗത്തിൽ ശമാലുക്കളുടെ കൂട്ടത്തിൽ പിന്നെയും നിങ്ങൾക്ക് കാണാം. ഞാൻ ഉപ്പയോടെ കാത്തിരിക്കും. അങ്ങനെ മകൻ ഇസ്മായിലെ അല്ലാഹുവിന്റെ കൽപ്പന നടപ്പിലാക്കാനായി പോയി. ഇബ്രാഹിം നബി മകനെ മരുഭൂമിയിലേക്ക് കിടത്തി. അപ്പോൾ ഇസ്മായിൽ പറഞ്ഞു, ഉപ്പ, നിങ്ങൾ എന്നെ ചെരിച്ച് കിടത്തിക്കൊള്ളൂ. എന്റെ മുഖം കണ്ടാൽ അല്ലാഹുവിന്റെ കൽപ്പന പിന്മാറിയാലോ. അങ്ങനെ ഇബ്രാഹിം നബി മകനെ ചെരിച്ച് കിടത്തി. അവസാനം ബലി നൽകാനായി വാൾ മകന്റെ കഴുത്തിൽ വെച്ചു. അപ്പോൾ അതാ മലക്ക് ജിബ്രീൽ അവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് മലക്ക് നബിയോട് പറഞ്ഞു, അല്ലയോ ഇബ്രാഹിം, താങ്കൾ അല്ലാഹുവിന്റെ പരീക്ഷണത്തിൽ വിജയിച്ചിരിക്കുന്നു.